പത്തനംതിട്ടയിൽ ദലിത് കുടുംബത്തിനെതിരായ ആക്രമണത്തിൽ ആള് മാറിയതെന്ന കുടുംബത്തെ തല്ലിയതെന്ന പോലീസ് വാദം പൊളിയുന്നു. പരസ്പര വിരുദ്ധമായ എഫ്ഐആറുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബാറിന് മുന്നിൽ സംഘർഷമുണ്ടാക്കിയവരെ തിരിഞ്ഞ് എത്തിയപ്പോഴാണ് കുടുംബത്തെ മർദ്ദിച്ചതെന്നായിരുന്നു പോലീസ് വിശദീകരണം. എന്നാൽ പോലീസ് എഫ്ഐആർ പ്രകാരം ബാറിന് മുന്നിലെ ബഹളം രാത്രി 11:15 പോലീസിനെതിരായ കുടുംബം നൽകിയ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പോലീസ് മർദ്ദിച്ചത് രാത്രി 11 മണിക്കാണ് എന്നുമുണ്ട്. പോലീസ് എഫ്ഐആർ പ്രകാരം ബാറിന് മുന്നിലെ ബഹളം നടക്കുന്നതിന് മുന്നിൽ തന്നെ പോലീസ് കുടുംബത്തെ മർദ്ദിച്ചെന്ന് വ്യക്തം. നന്ദുഷയുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നന്ദുഷ, ഈ എഫ്ഐആറിൽ ഒന്നടങ്കം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്. എന്താണ് ഈ പോലീസിന്റെ വിശദീകരണം? ഇന്നലെ തന്നെ കുടുംബത്തിന് മർദ്ദനമേറ്റ ഉടൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് പുറത്തു വന്ന ഒരു വിശദീകരണം, ബാറിന് മുന്നിൽ സംഘർഷമുണ്ടാക്കിയ ആളുകളെ പിടികൂടാൻ എത്തുകയും അല്ലെങ്കിൽ അവരെ തുരത്താൻ എത്തുന്ന ആ ഒരു ഘട്ടത്തിൽ ബാറിന് മുന്നിൽ കൂടി നിന്ന കുടുംബത്തെ ആള് മാറി മർദ്ദിച്ചു എന്ന തരത്തിലായിരുന്നു പോലീസിന്റെ ഒരു വ്യക്തമായ ഒരു വിശദീകരണം പുറത്തു വന്നത്. എന്നാൽ പോലീസ് തന്നെ പുറത്തുവിട്ട അല്ലെങ്കിൽ പോലീസ് തന്നെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിലാണ് ഇപ്പോൾ ഗുരുതരമായ ഒരു പിശക് അല്ലെങ്കിൽ അവരുടെ തന്നെ ആ ഒരു വിശദീകരണത്തെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള ഒരു പിശക് ഉണ്ടായിട്ടുള്ളത്. അതായത് ബാറിൽ സംഘർഷം ഉണ്ടായ സമയം 11:15 കുടുംബത്തിന് മർദ്ദനമേറ്റ സമയം 11 മണി ആണെന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത്. അതായത് ബാറിൽ സംഘർഷം ഉണ്ടാക്കിയ സമയം കുടുംബത്തിന് മർദ്ദനമേറ്റതിനേക്കാൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബാറിൽ സംഘർഷം ഉണ്ടായതെന്ന് പോലീസ് എഫ്ഐആറിൽ വ്യക്തമായിരിക്കുകയാണ്. ഇതോടെ ആള് മാറിയാണ് കുടുംബത്തെ മർദ്ദിച്ചത് എന്ന പോലീസിന്റെ വാദം പൊളിയുകയാണ്. എഫ്ഐആറിൽ ഉണ്ടായ ഈ ഗുരുതരമായ പ്രശ്നം കേസിന്റെ ഭാവിയിൽ ഒരു തുടർ നടപടികളെ കൂടി ബാധിക്കുന്ന തരത്തിലായിരിക്കും ഉണ്ടാവുക. നമുക്കറിയാം, ഇന്നലെ തന്നെ എഫ്ഐആറിനെ ചൊല്ലി ഒരു വിവാദം ഉയർന്നിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പോലും, അതായത് ഇന്നലെ മർദ്ദനമേറ്റ സിത്താരയുടെയും ശ്രീജിത്തിന്റെയും പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തെങ്കിൽ പോലും ഒരു പ്രതിയുടെ പേരും എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, പ്രതിപട്ടികയിൽ ആളുടെയും പേര് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന തരത്തിലുള്ള വിവാദമൊക്കെ ഉയർന്നു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സമയത്തിന്റെ വിവാദവും. അതായത് ബാർ സംഘർഷം ഉണ്ടായത് ഈ കുടുംബത്തിന് മർദ്ദനമേറ്റതിന് ശേഷമാണെന്ന സ്ഥിരീകരണം കൂടിയാണ് ഈ എഫ്ഐആറിലെ സമയത്തിലൂടെ പോലീസ് നടത്തുന്നതെന്ന് വ്യക്തമായിരിക്കുകയാണ്. ഇതോടെ കുടുംബത്തിന്റെ വാദം കൂടുതൽ ബലപ്പെടുന്നു. കാരണം ആസൂത്രിതമായ അല്ലെങ്കിൽ ക്രിമിനൽ വാസനയോടെ പോലീസുകാർ തങ്ങളെ മർദ്ദിച്ചു എന്നായിരുന്നു ഇന്നലെ മാധ്യമങ്ങൾക്ക് ഈ മർദ്ദനമേറ്റ കുടുംബം നൽകിയ വിശദീകരണം. അത് ആ ഒരു വിശദീകരണത്തെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു വിശദീകരണത്തെ സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമായി ഈ എഫ്ഐആറിലെ സമയം പിശകിനെ അല്ലെങ്കിൽ സമയ വ്യത്യാസത്തെ സൂചിപ്പിക്കാനാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുവെയുള്ള വിലയിരുത്തൽ. ഒപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷനടക്കം ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. മാർച്ചിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പോലീസുകാർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വകുപ്പ് തല നടപടികൾ ഇനി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്? നിലവിൽ അവർ സസ്പെൻഷനിലാണ്. മറ്റ് നടപടികൾ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടോ നന്ദുഷ? തീർച്ചയായും. അതായത് ഇന്നലെ തന്നെ കുടുംബം പ്രതികരിച്ചതിൽ നിന്ന് വ്യക്തമായിരുന്നു അവർ SC കമ്മീഷനിലും അതോടൊപ്പം ഈ പോലീസുകാർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ നിയമപ്രകാരം കേസെടുക്കണമെന്നും ആവശ്യമുയർത്തുമെന്ന് കുടുംബം വ്യക്തമാക്കിയിരുന്നു. ആ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. അതോടൊപ്പം മനുഷ്യാവകാശ കമ്മീഷനും ഇനിയിപ്പോൾ പരാതി നൽകുകയാണെങ്കിൽ, ഔദ്യോഗികമായി പരാതി നൽകുകയാണെങ്കിൽ, SC കമ്മീഷൻ കൂടി ഇതിലേക്ക് ഇടപെടുകയാണെങ്കിൽ സസ്പെൻഷന് പുറമെ മറ്റു നടപടി കൂടുതൽ ശക്തമായ കൂടുതൽ പോലീസുകാരുടെ ഈ അച്ചടക്കത്തെ അല്ലെങ്കിൽ അച്ചടക്കമില്ലായ്മയെ ഇനി ആവർത്തിക്കാത്ത തരത്തിൽ ഉള്ള നടപടികൾ വകുപ്പ് തലത്തിൽ സ്വീകരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. നിലവിൽ ഈ വിഷയത്തിൽ ഉൾപ്പെട്ട 4 പോലീസുകാരും സസ്പെൻഷനിലാണ്. അതുതന്നെ ഒരു വലിയ പ്രതിഷേധത്തിന് ശേഷമൊക്കെ തന്നെയാണ് ഈ സസ്പെൻഷൻ നടപടി DIG നേരിട്ട് ഇടപെട്ടതിനെ തുടർന്ന് സ്വീകരിച്ചത്. ഇന്നലെ ആദ്യം ഈ കേസിൽ ഉൾപ്പെട്ട SI ജിനുവിനെ സ്ഥലം മാറ്റുക മാത്രമായിരുന്നു പോലീസിന്റെ ഭാഗത്തുണ്ടായ നടപടി. സ്ഥലം മാറ്റൽ എന്ന് പറയുന്നത് പോലും അതിനെ പ്രസക്തമല്ല. കാരണം നിലവിൽ ജോലി ചെയ്യുന്ന ഓഫീസിൽ നിന്ന് കേവലം 1/2 കിലോമീറ്ററിനകത്ത് മാത്രം വ്യത്യാസമുള്ള SC ഓഫീസിലേക്ക് ജിനുവിനെ സ്ഥലം മാറ്റിയതിനെ തുടർന്ന് വലിയ പ്രക്ഷോഭമാണ് വിവിധ കോണുകളിൽ നിന്നും പോലീസിനെതിരെ ഉയർന്നു വന്നത്. അതിനെ തുടർന്നാണ് ദക്ഷിണ മേഖല DIG അജിത ബീഗം പ്രത്യേക ഇടപെടൽ നടത്തി ഈ ജിനുവിനെയും ഒപ്പമുണ്ടായിരുന്ന 3 CPOമാരെയും സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് എത്തിയത്. ഏതായാലും ഈ സസ്പെൻഷൻ നടപടിയോടുകൂടി കുടുംബം തൃപ്തിപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അവരേതായാലും പോലീസുകാർക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്നും SC അട്രോസിറ്റി നിയമപ്രകാരം കേസെടുക്കണമെന്നും ആവശ്യവുമായി കോടതിയെ അടക്കം സമീപിക്കുമെന്ന് ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നിലവിൽ ആ കുടുംബം. ഒപ്പം തന്നെ നന്ദുഷ, ഇവിടെ വിചിത്രമായ ഒരു എഫ്ഐആർ, അതിനെ വിചിത്രമെന്ന് തന്നെ വിശേഷിപ്പിക്കണം. കാരണം ഈ എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നത് ഈ സംഘർഷം നടക്കുന്ന ഈ പത്തനംതിട്ടയിലെ ബാറിന് മുന്നിൽ
15 മിനിറ്റ് മുൻപ് സ്ഥലത്തെത്തി എന്നുള്ളതാണ്. അതായത് ബാറിൽ പോലീസിൻ്റെ എഫ്ഐആർ പ്രകാരം ബാറിന് മുന്നിൽ ബഹളം രാത്രി 11:15-ന്, എന്നാൽ 11 മണിക്ക് പോലീസിനെ മർദ്ദിച്ചു എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ എഫ്ഐആറിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടിക്ക് ഈ മർദ്ദനമേറ്റവർ മുന്നോട്ട് പോകുമോ? കാരണം ഇത് വിചിത്രമായ ഒരു എഫ്ഐആർ ആണ്, പോലീസിനെ സംരക്ഷിക്കുന്ന ഒരു എഫ്ഐആർ ആണ് ഈ ഉള്ളത്. അതായത് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐആർ പ്രകാരം പോലീസിനെ സംരക്ഷിക്കുന്നതല്ല, അവരുടെ വാദങ്ങൾ അവർ തന്നെ പൊളിക്കുന്ന തരത്തിലുള്ള ഒരു എഫ്ഐആർ ആണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, കുടുംബത്തിന് മർദ്ദനമേറ്റതിന് ശേഷമാണ് ബാറിൽ സംഘർഷം ഉണ്ടായത് എന്ന തരത്തിലുള്ള ഒരു രണ്ട് എഫ്ഐആറുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ട ടൗണിൽ തന്നെയുള്ള ഒരു ബാർ ക്ലോസ് ചെയ്തതിനു ശേഷവും മദ്യം ആവശ്യപ്പെട്ട ഒരു സംഘം എത്തുകയും സെക്യൂരിറ്റി ജീവനക്കാരനുമായി മൽപ്പിടുത്തം ഉണ്ടാവുകയും ചെയ്തു എന്ന കാര്യം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു എഫ്ഐആർ ആണ്. ഈ എഫ്ഐആർ ഈ കുറ്റകൃത്യം അല്ലെങ്കിൽ ഈ സംഘർഷം നടന്നിരിക്കുന്ന സമയം 11:15 എന്നാൽ കുടുംബത്തിന് മർദ്ദനമേറ്റതായി പോലീസ് എഫ്ഐആറിൽ തന്നെ പറയുന്ന സമയം 11 മണിയും. അതായത് കുടുംബത്തിന് മർദ്ദനമേറ്റ ഏതാണ്ട് 15 മിനിറ്റോളം കഴിഞ്ഞ ശേഷമാണ് ഈ പറയുന്ന ബാറിൽ സംഘർഷം ഉണ്ടായതെന്ന് ഈ എഫ്ഐആറുകളിൽ നിന്നും വ്യക്തമാകുന്നു. അതോടെ പോലീസിന്റെ തന്നെ വാദമാണ് പൊളിയുന്നതെന്ന് പ്രഥമ ദൃഷ്ട്യാ ഈ എഫ്ഐആർ പരിശോധിക്കുന്ന ആർക്കും മനസ്സിലാകുന്നതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് പോലീസിന് തന്നെ പൊല്ലാപ്പാകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഈ സമയ വ്യത്യാസം അവരുടെ വാദങ്ങളെ തന്നെയാണ് പൊളിക്കുന്നത്. ആളുമാറി അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാക്കിയ ആളുകളെ തുരത്താനെത്തിയ പോലീസ് ആളുമാറിയാണ് കുടുംബത്തെ മർദ്ദിച്ചതെന്ന വാദമാണ് ഇതോടെ പൊളിയുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അതോടൊപ്പം ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ കാര്യത്തിൽ വിശദീകരണം ഉണ്ടായിരിക്കുന്നത് ഈ സമയക്രമത്തിലെ ഒരു പാളിച്ച അല്ലെങ്കിൽ ഈ സമയ രേഖപ്പെടുത്തിയതിലുണ്ടായ തെറ്റ് അത് ക്ലറിക്കൽ മിസ്റ്റേക്ക് മാത്രമാണെന്നും പോലീസ് തുടർന്നുള്ള റിപ്പോർട്ടുകൾ സമർപ്പിക്കുമ്പോൾ ഇത് പരിഹരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുന്നതെന്നുമാണ് പോലീസ് നിലവിൽ വ്യക്തമാക്കുന്നത്. ശരി, പത്തനംതിട്ടയിൽ നിന്നും നന്ദുഷയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.